വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങൾ കാലത്ത് തന്നെ എനിക്ക് കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഒരു 11:30 ഞങ്ങൾ കരാമയിലേക്ക് പോകാമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അൽക്കൂസിക്ക് പോയിട്ട് ഷോപ്പിലേക്ക് ഒന്ന് കയറണം. അതിനുശേഷം ഞങ്ങൾ കരാമയിലേക്ക് പോകും. അങ്ങനെയുള്ള കരാമെത്താറാകുമ്പോൾ നമുക്ക് ദുബായ് ഫ്രെയിമൊക്കെ കാണാം. ആ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ഇതിൽ കുറച്ചും കൂടി അടുത്ത് ദുബായ് ഫ്രെയിം കാണാം. അതിൻ്റെ അടുത്തുകൂടെ തന്നെ നമ്മൾ പോണത്. കരാമ എത്തി. ഇതാണ് കരാമ. കുറച്ച് പോകുമ്പോൾ ചിറ്റിലപ്പള്ളി ജ്വല്ലറി കാണാം. ഞങ്ങളാദ്യം കരാമ സെൻറ്ററിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കുറേ ആക്സസറീസ്, ഫോണ്, ഡ്രസ്സ് എല്ലാം കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. കരാമ സെൻറ്ററിൽ കൂടെ നടക്കായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചില്ല. വിശക്കുന്നുണ്ടായിരുന്നു, എന്നാലും കഴിച്ചില്ല. പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ജ്വല്ലറി ആക്സസറീസ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഷോപ്സ്, കുറേ സിമിലർ ഷോപ്സാണ്. വാച്ചസ്, ബാഗ്, ഫുട്വെയർ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാം, പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഫോണും അതിൻ്റെ കവേഴ്സൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാങ്ങിച്ചില്ല. നേരെ കീർത്തി റെസ്റ്റോറൻറ്റിൽ വന്നു. നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ മീൽസാണ് ഓർഡർ ചെയ്തത്. അവിടെ നല്ല ബിരിയാണി കിട്ടും. മീൽസും നല്ല കുഴപ്പമില്ലായിരുന്നു. ചോറ്, സാമ്പാർ, നമ്മൾ സാധാരണ മീൽസ് നല്ലതായിരുന്നു. ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടുകട ചിക്കൻ ഫ്രൈ നല്ല സ്പൈസി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കരാമ സെൻറ്ററിലേക്ക് തന്നെ പോയി. അവിടെ പെർഫ്യൂമൊക്കെ കിട്ടും. അപ്പോൾ വിക്ടോറിയ സീക്രട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് വാങ്ങിച്ചു. കുറച്ച് വിക്ടോറിയ സീക്രട്ട് വാങ്ങിച്ചു അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ വെറുതെ ഗ്ലാസ്സൊക്കെ കണ്ടപ്പോൾ വെറുതെ വെച്ച് വീഡിയോ എടുത്തതാണ്. അവിടെ ഇയറിങ്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടു. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റഡൊക്കെ. അത് എനിക്കിഷ്ടമാണ്. അതങ്ങനെ വാങ്ങിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഫോണിൻ്റെ കവറൊക്കെ നോക്കി നടക്കായിരുന്നു. അപ്പോൾ നേരത്തെ ചെന്ന ഫോൺ ക്യാരേജ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ തന്നെ പോയി. അവിടെ നല്ല ഇതൊക്കെ കിട്ടും, മൊബൈലിൻ്റെ ആക്സസറീസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കരാമ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ലുലു ഉണ്ട്. ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ. അപ്പോൾ അങ്ങനെ അവിടെ പോയി കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് അടുത്ത് തന്നെ കുറച്ച് നടക്കാനുള്ള ഓപ്പോസിറ്റ് തന്നെയാണ്. അവിടെ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഗ്രോസറി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ വാങ്ങാനായിട്ട്. പക്ഷെ കുറച്ചധികം ഉണ്ടായിരുന്നു ഈ വീക്കിൽ വാങ്ങാനായിട്ട്. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ലണ്ടൻ ഡയറിയാണ്, മിനീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചോക്കോബാർ പോലെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പല പല ഫ്ലേവേഴ്സിൽ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. നല്ല ചായയായിരുന്നു, ഒരു കഫ്റ്റീരിയന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോണ വഴിയാണ് നേരെ അൽക്കൂസിക്കാണ് പോയത്. ഈ കാണുന്നതാണ് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം. നല്ല അടിപൊളിയാണ് കാണാൻ. ഞാൻ അവിടെ പോകണം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ അൽക്കൂസ് എത്തി. അതിന് ശേഷം രാത്രിയായി. ഞാനവിടെ അവരുടെ ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്.
അങ്ങനെ ബുർജ് ഖലീഫയൊക്കെ കാണാം. നല്ല ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയാൽ. ഇത് അൽഖീൽ ഗേറ്റിലെ ഏരിയ ആണ്. അവിടെ നിന്ന് ഞങ്ങളൊരു ലേറ്റായി, ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കും ഷോപ്പിലൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു.